മിസ്റ്റർ ചന്ദ്രകുമാറിന് ചാർജ് എടുക്കുകയാണല്ലേ? യെസ് സർ. ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. രാഹുകാലത്തിന്റെ മറ്റു പ്രശ്നമൊന്നുമില്ലല്ലോ മിസ്റ്റർ ചന്ദ്രകുമാർ? എനിക്ക് അങ്ങനെയൊന്നുമില്ല സർ. സർ. മിസ്റ്റർ ചന്ദ്രകുമാർ, ഹോം മിനിസ്റ്റർക്ക് നിങ്ങളെ ഒന്ന് കാണണം. മലയാളിയാണ്, അറിയാമല്ലോ. നിങ്ങളുടെ അമ്മാവൻ പറഞ്ഞു കാണുമല്ലോ. ഓ സർ. കഴിക്കണം മിസ്റ്റർ ചന്ദ്രകുമാർ. വേണ്ട സർ, ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ലെന്നല്ലേ ഉള്ളൂ, കഴിച്ചിട്ടില്ലെന്നില്ലല്ലോ. പിടിക്കണം സാർ. ആരെ തും പിയോയാർ കഴിക്കടോ. ഈ ഫോർമാലിറ്റിയും പ്രോട്ടോകോളും ഒക്കെ പുറത്തു മതി. ഇവിടെ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. നോക്കൂ മിസ്റ്റർ ചന്ദ്രകുമാർ, നമ്മൾ 3 പേരും ഇവിടെ വിദേശികളാണ്. അതായത് ഈ മണ്ണ് നമ്മുടേതല്ല. നമുക്ക് വളരാനുള്ള വളക്കൂറ് നാം തന്നെ ഉണ്ടാക്കണം. ചുരുക്കത്തിൽ നാം ഒന്നിച്ചു നിൽക്കണമെന്ന് സാരം. സാധാരണ ഒരു കീഴുദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ കമ്മീഷൻ എന്ന നിലയ്ക്ക് എന്നെ അറിയിക്കേണ്ടതാണ്. തന്റെ കേസിൽ അത് ഉണ്ടായില്ല. എന്റെ തലയ്ക്ക് മുകളിൽ കൂടി കാര്യങ്ങൾ നീങ്ങണമെന്ന് എന്റെ മാത്രമല്ല മേനോ സാറിന്റെ. അവിടെ മുകളിൽ ആർക്കോ നിർബന്ധമുള്ള പോലെ തോന്നി. സർ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അതല്ല ചന്ദ്ര, പഴയ ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇവന്മാർ ഇനിയും കൈവിട്ടിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ അറിയാതെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായാൽ സ്വാഭാവികമായി നമ്മൾ ശത്രുക്കളാവണമല്ലോ. അതുണ്ടാകരുതെന്നേ പറഞ്ഞുള്ളൂ. അയ്യോ സർ, ശത്രുതയോ? ഇല്ല സർ. എന്റെ ബോസിന്റെയും ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്ററുടെയും വെറുപ്പ് സമ്പാദിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും ചെയ്യാൻ കഴിയും. പലതും ചെയ്യാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു യങ് ബ്ലഡിനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഡെയറിംഗ് ആയ മാത്രം പോരാ, വിശ്വസ്തനായ ഒരാളെ. തന്നിൽ നിന്നും ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായും സർ. എന്താ ഡൽഹിയിൽ നിന്നുള്ള നിങ്ങളുടെ മിഷൻ, ഐ മീൻ ദൗത്യം? അത് ധൈര്യമായിട്ട് പറയാം. എന്തിനും ഞങ്ങളുടെ സഹകരണം ഉണ്ടാവും. അണ്ടർവേൾഡ്? യെസ് സർ. ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും? വെറും ഊഹം. കള്ളക്കടത്ത് വേട്ട, അണ്ടർവേൾഡിന്റെ ഒതുക്കൽ, വരിതിയിൽ നിൽക്കാത്ത വ്യവസായ ഭീമന്മാരുടെ വീട്ടിൽ ഇൻകം ടാക്സ് റൈഡ്, ചീപ്പ് പൊളിറ്റിക്കൽ റിവഞ്ചിന് ഇതിനേക്കാൾ പറ്റിയ മാർഗമേത്? സാർ, ഞാൻ താൻ വെറും സ്കേപ്പ് ഗോട്ടാണോ? ബലിയാട്. ബോംബെ അണ്ടർവേൾഡിന്റെ ശക്തിയും വേരുകളും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എനിക്കറിയാം സർ. എങ്കിലും ഒന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഓഫ് കോഴ്സ്, നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഞാനത് തുടങ്ങുകയാണ്. വെരി ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. സാർ, എനിക്കിന്ന് മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ... തീർച്ചയായും, ഗോ ഹെഡ്. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഡേവിഡേ, ഇവൻ ഒരു നടക്ക് പോകുന്ന ജാതിയല്ല. അണ്ടർവേൾഡ് എന്ന് പറയുമ്പോ കാർലോസ് ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പാ. അയാളെ ഒഴിവാക്കാൻ പറയാതിരുന്ന എന്താ പ്രയോജനമില്ല. ചെക്കന്റെ പിടി വലിയ കൊമ്പത്തല്ലേ. അവനിപ്പോ ധൃതി വെച്ച് പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? മുഖ്യന്റെ വീട്ടിലേക്ക്. അവിടെ അവന്റെ അമ്മാവനുണ്ടാവും, കേരള ചീഫ് മിനിസ്റ്റർ. എങ്ങനെ അറിഞ്ഞു? വെറും ഊഹം. ഊഹം തെറ്റാൻ പാടില്ലല്ലോ. നമ്മുടെ ആളും പോയിട്ടുണ്ട് പിറകെ. हेलो टाइगर, बोट लाकर यहाँ पर रोक दो. उसके बाद सामान उतारना शुरू कर दो. वैन आपका इंतजार कर रही है. ओके, डू फास्ट. ओके, अभी कर लेंगे. ओवर. जग्गू, छोटी कश्ती रेडी है? बड़ी बोट के पास ले जाओ, जल्दी. यहाँ लगा दो. जल्दी जल्दी करो, जल्दी. पुलिस.
माइकल बोराम साहब, पुलिस अपना पीछे पड़ा है। अभी क्या करेंगे? घोड़ों में मत रखो। ठीक है साहब, समझा। भोलाराम, राजू, जल्दी आओ। सुनो, इस आदमी को गोली लगी है, इसकी हालत बहुत नाजुक है। जल्दी जल्दी से इलाज करो, जल्दी। अरे वो गाँव वालों, सबके सब आओ। संभाल के जल्दी करो, चलो। जल्दी। Come on, hurry up, चलो। പറയടാ, കൊണ്ടുവന്ന സാധനങ്ങൾ എവിടെ? ക്യാ ഥാ വാൻ മേ? കിസ്കാ മാൽ ഥാ? നീ പറയില്ല അല്ലടാ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നോക്കട്ടെ. അവൻ സംസാരിക്കില്ല, അവൻ ഊമയാ. വരട്ടെ സാറേ, സാധനം സ്വർണമായിരുന്നു. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന കപ്പലിൽ നിന്ന് ഞങ്ങൾ ഇറക്കിയത്. കാർലോസിന്റെ ആയിരുന്നു സാധനം. इंस्पेक्टर, आपके आने से पहले पूरा माल हमने बस्ती में छुपा दिया था. ധൃതി പിടിച്ച് അങ്ങോട്ട് ഓടണ്ട. കടലിൽ കായം കലക്കിയത് തേടുന്നതിനേക്കാൾ കഷ്ടമാ ഇനി ആ സ്വർണം കണ്ടെടുക്കുന്നത്. പുതിയ അപ്പോയിന്റ്മെന്റ് അല്ലേ? കൈക്ക് തരിപ്പ് തീർക്കണേ, രണ്ടെണ്ണം കൂടെ തല്ലിക്കോ സാറേ. കാർലോസ് കഹാ ഹൈ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? എടി മോളിക്കുട്ടിയേ, എന്താ മച്ചി? അപ്പച്ചനെ അങ്ങോട്ട് പോയടി. പള്ളിയിൽ പോയിരിക്കാണെന്ന് തോന്നുന്നു. എന്തിനാ കുഞ്ഞെ? മലയാളിയാണല്ലേ? ഇവിടെ പറയുന്നത് കേട്ടു പുതിയ പോലീസ് ഓഫീസർ വന്നെന്ന്. വാ ഇരിക്കേ. ഇരിക്കാനൊന്നും സമയമില്ല. കമോൺ സെർച്ച്. അയ്യോ, ഇത് എന്നാ ഇടപാടാ? ദേ, ഇന്നാള് നിങ്ങളുടെ സ്ത്രീയുടെ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിപ്പോ എന്നാത്തിനാ? നിങ്ങളുടെ ഭർത്താവ് ഒരു കള്ളക്കടത്തുകാരനാണെന്ന് അറിയാമോ? എന്റെ ഈശോ, കള്ളക്കടത്തോ? എടി മോളിയേ, ഈ കൊച്ചിന് തന്നെ നടി പറയുന്നേ. കുഞ്ഞിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല മുഖപരിചയം. ഇല്ല. ആ, ഉണ്ടെന്നേ. കഴിഞ്ഞ കൊല്ലം ഭരണങ്ങാനത്ത് പള്ളി പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നോ ഡ്യൂട്ടിയില്? ഇല്ലാന്ന് പറഞ്ഞില്ലേ? കാർലോസ് എവിടെയില്ല സാർ. കള്ളക്കടത്ത് സാധനങ്ങൾ എന്തെങ്കിലും? വിദേശ നിർമ്മിതമായ ഒരു പെർഫ്യൂമോ ഒരു വാച്ചോ പോലും ഈ വീട്ടിലില്ല സാർ. എന്റെ കുഞ്ഞെ, ഞങ്ങള് പാലാക്കാരാ. ഒരുപാട് കൊല്ലമായി ഇവിടെ കുടിയിരിക്കുക. അതിയാന് ലോറി ട്രാൻസ്പോർട്ടിന്റെ പണിയാ. ഈ ഫോറിൻ സാധനം എന്ന് പറഞ്ഞാലേ ദേ ഈ പെണ്ണിന് വലിയ കാര്യമാ. അതിയാന് കണ്ണെടുത്താ കണ്ടുകൂടാ. ഏതോ തെറ്റിദ്ധാരണയിൽ ആരോ ശത്രുക്കാര് പറഞ്ഞു വിട്ടതാ എന്റെ മോനെ. ശരി ശരി, അദ്ദേഹം എപ്പോ വരും? ഏത് നിമിഷവും വരാം. ചിലപ്പോ വന്നില്ല എന്നും വരും. ഞാൻ മിസ്റ്റർ കാർലോസിന്റെ അഡ്വക്കേറ്റ് ആണ്. നാരായണസ്വാമി എന്ന് പറയും. എല്ലാരും സ്വാമി എന്ന് വിളിക്കും. വക്കീൽ സ്വാമിയെ, ഈ കൊച്ചൻ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളുടെ പിള്ളേർ കുറച്ചുപേര് അകത്തുണ്ട്. ജാമ്യം വേണം. सरकारी वकील और पुलिस की तरफ से पेश किए गए तमाम गवाहों के बयान से ये साबित होता है कि ये सारे मुजरिम बेगुनाह हैं। इसलिए अदालत इन्हें बेगुनाह समझ के बाइज्जत रिहा करती है। इसी के साथ पुलिस और सरकारी वकीलों को ये चेतावनी देती है कि वो आइंदा बेकसूर लोगों को गुनाहगार साबित करने की साजिश न करें।
മലയാളം മതി. രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കുളുക്കണ്ട കൊച്ചനെ. എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല. നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിക്കണ്ട മനസ്സിലാവത്തില്ല. ഇതൊരു തമാശയല്ലേ? ഞാനാ കാർലോസ്. കണ്ടോ ഞെട്ടിപ്പോയി. കാർലോസ് എന്ന പേര് കേട്ടപ്പോഴേ ഞെട്ടിപ്പോയി. ഞെട്ടുമൊന്നും വേണ്ടടാ കൊച്ചനെ. ഇതൊന്നും അല്ലടാ എന്റെ വേഷം. നിന്റെ പോലീസുകാരും ആൾക്കാരും നിപ്പുണ്ട്. അവരൊക്കെ എന്നെ കണ്ട തിരിച്ചറിയും. ഇപ്പൊ എന്നെ കണ്ട ആരും തിരിച്ചറിയത്തില്ല. എന്തിനാന്നറിയാവോ? ആളറിയാതിരിക്കാൻ വേണ്ടിയാ. ആളറിയാതെ നിന്നെ കാണാൻ വന്നതാ. You are under arrest, Carlos. ഇത് കണ്ടോ? ഈ കാറിന്റെ പൊക്കം കണ്ടോ? ഇതിനകത്തിരുന്ന് എങ്ങനെ കൈ പൊക്കുന്നേ? പിന്നെ നീ ഇത് പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വിലങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കല്ല, നിനക്ക്. ആയിസെത്തിപ്പോയി. തമ്പുരാൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റുമോ? വക്കീലേ, സ്വാമിയെ, നേരം 10-12 ഇനിയിപ്പോ അറിയിച്ചവന്റെ ആൾക്കാരൊക്കെ വരുമ്പം നേരം വൈകും. മിക്കവാറും നാളത്തേക്ക് ഉണ്ടാവും. എന്ത്? അവന്റെ ശവോടൊക്കെ ഒറിയത്ത് വെച്ചേരെ. ആ കാർലോസ് വെണ്ടയ്ക്ക പോലെ എഴുതിയേരെ. ഇംഗ്ലീഷിലും മലയാളത്തിലും. അവന്റെ അമ്മാവും വായിക്കുമ്പോൾ മനസ്സിലാവണ്ടേ? അപ്പൊ ഈ വണ്ടി അതൊരു സിനിമ നടന്റെയാ. ആ ബാന്ദ്ര താമസിക്കുന്നവന്റെ. ഞാനിങ്ങ് എടുത്തോണ്ട് പോകും. ഏത് നടന്റെ? ഓ, ഇവന്റെയൊക്കെ പേരാരോടോ ഓർത്തിരിക്കുന്നേ. എടോ, മിനിഞ്ഞാ നമ്മളൊരു കാസറ്റ് കണ്ടില്ലേ? ആ പാമ്പാട്ടിപ്പിടന്റെ പുറകെ ജിങ്കിടി കളിച്ചവൻ. അവന്റെ വണ്ടിയാ. അസല് വണ്ടിയാ. പക്ഷേ തേർഡ് ഗിയറിൽ ഇത്തിരി പണിയുണ്ട്. ഇനിയിപ്പോ ഇത് കൊണ്ടു നടക്കാനൊന്നും പോകണ്ട. അവൻ പോലീസ് പരാതിപ്പെട്ട് കാണും. വന്നു കൊണ്ടുപോക്കോളും. ആടാ അങ്ങപ്പാ. നിന്ന് പ്ലാജാതെ വീട് വെട്ടാൻ നോക്കണ മറ്റവന്മാരെ. मैं जानता हूं कि आप सब लोग आज के इस तत्काल बैठक की आवश्यकता का कारण जानने के लिए बहुत उत्सुक हैं। प्रेस वाले इस बैठक के नतीजे जानने के लिए बाहर बड़ी बेसब्री से हमारा इंतजार कर रहे हैं। आप लोग शोर तो सुन रहे हैं ना? मेनन जी, गृह मंत्री होने के नाते आपको कुछ सख्त कदम उठाने ही पड़ेंगे। पब्लिक इज एंग्री एंड एजिटेटेड. जनता कार्लोस की गिरफ्तारी मांग रही है. नथिंग लेस देन द अरेस्ट ऑफ कार्लोस विल सैटिस्फाई देम. ऊपर से बहुत प्रेशर है. उनका भी यही इंस्ट्रक्शन है. मुख्यमंत्री जी, मैं कुछ मत बोलिए मेनन जी. कार्लोस को गिरफ्तार करना ही होगा. यू मे सर्वाइव, बट आई विल लूज माई चेयर. और वो मुझसे बर्दाश्त नहीं होगा. अंडर द सर्कमस्टांसेस आई विल बी कंपल्ड टू आस्क फॉर योर रेजिग्नेशन. मैं जानता हूं शायद इस बात से इस मंत्रिमंडल की मौत हो सकती है, लेकिन मुझे अपने आप को बदनामी से बचाना है. मैं मजबूर हूं. there is no evidence against Carlos. On what basis can I order his arrest? मेनन जी, मैं जानता हूं कार्लोस को गिरफ्तार करना आपके लिए बहुत दुख देने वाली बात है, लेकिन एक बात आपको बता दूं, पुलिस एसोसिएशन इस बार बहुत स्ट्रांग है. सी द ऑफिशियल पिटीशन ऑफ द पुलिस एसोसिएशन. और मेनन जी, आपके भी नाम एक होगा बाहर आपका इंतजार करता हुआ.